ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. 14 വീഡിയോസ്. അതിനകത്ത് ക്രിയ എന്താണ്, നാമം എന്താണ്, ക്രിയാവിശേഷണം എന്താണ്, നാമവിശേഷണം, പ്രിപ്പോസിഷൻ, ഫ്രേസ്, സെൻറ്റൻസ്, നോൺ ഫ്രേസ്, വെർബ് ഫ്രേസ്, പിന്നെ നമ്മൾ സെൻറ്റൻസ് എന്താണെന്ന് കണ്ടു. പിന്നീട് നമ്മൾ നൗൺസിനെ പറ്റി കുറേ പഠിച്ചു. നൗൺസിന് നമ്പറുണ്ട്. നമ്പർ എന്ന് പറഞ്ഞാൽ ഏകവചനം, ബഹുവചനം, എണ്ണാവുന്നത്, എണ്ണാൻ പറ്റാത്തവ, അതായത് കൗണ്ടബിൾ, അൺകൗണ്ടബിൾ, പിന്നെ ലിംഗഭേദം, അതായത് പുല്ലിംഗം, മാസ്കുലിൻ, ഫെമിനിൻ, ന്യൂട്രൽ, അല്ലേ? ഇതൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മൾ ടെൻസിലേക്ക് കിടക്കാം. ഇത്രയും എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ടെൻസിലേക്ക് കിടക്കാം, ഒരു വിഷമമില്ല. ഇത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം. ടു ബിയുടെ ഫോംസ് ഒക്കെ അറിയാം. ടു ബി എന്ന് പറയുന്ന ഒരു വെർബ്, അതിൻ്റെ ഇൻഫിനിറ്റീവ് എന്നാണെന്നറിയാം, പാർട്ടിസിപ്പിൾ അറിയാം, പ്രസൻറ്റ് പാർട്ടിസിപ്പിൾ അറിയാം, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അറിയാം. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയി, ഇല്ലേ? ശരിക്കും പഠിക്കണം കേട്ടോ, നല്ലപോലെ. ഈ 14 വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കണേ. എന്നിട്ട് ഒരു ദിവസം ഞാൻ പറഞ്ഞ പോലെ ഒരു ദിവസം ഒരു വാക്ക് പഠിക്കുക, അതിൻ്റെ എന്താണെന്ന് കണ്ടുപിടിക്കുക, അതിൻ്റെ അർത്ഥം കണ്ടുപിടിക്കുക, അത് നൗണാണോ വെർബാണോ ഇതൊക്കെ കണ്ടുപിടിച്ച് കൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ കാതലായ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഒരു മുഖ്യ ഭാഗത്തേക്ക് നമ്മൾ കിടക്കുകയാണ്. അതാണ് ഇംഗ്ലീഷ് ടെൻസസ്. ടെൻസ് എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാം അറിയാം, കാലം അല്ല, നമ്മൾ പറയുക നല്ല കാലം, അങ്ങനെയല്ല. ഇതിൻ്റെ അർത്ഥം സമയം എന്നുള്ളതാണ്. കാലം, സമയം. നല്ല കാലം എന്ന് പറഞ്ഞാൽ നല്ല സമയം എന്നാണ്, അത് വേറെ കാര്യം. പക്ഷെ അങ്ങനെയല്ല കേട്ടോ ഇതിനെ കാണേണ്ടത്. ഇപ്പം ടെൻസ്, എന്തിനാണ് നമ്മൾ ടെൻസ് ഉപയോഗിക്കുന്നത്? നമ്മൾ ടെൻസ് ഉപയോഗിക്കുന്ന കാരണം നമ്മൾ ഓരോ പ്രവൃത്തികളൊക്കെ ചെയ്യുമല്ലോ. നമ്മൾ സ്കൂളിൽ പോകുന്നു, വരുന്നു, കളിക്കാൻ പോകുന്നു, നീന്താൻ പോകുന്നു. ഇപ്പം ഇതൊക്കെ എപ്പോഴാണ് നമ്മൾ നടത്തുന്നത്, എപ്പോഴാണ് നടന്നത്, എപ്പോഴാണ് നടക്കാൻ പോകുന്നത്, മനസ്സിലായി? അപ്പം നമ്മൾ ഇന്ന് ഒരു കാര്യം ചെയ്യുവാണെങ്കിൽ നമ്മൾ അതിനെ പറയുന്നത് എന്താണ്? വർത്തമാനകാലം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. വർത്തമാനകാലം, അതിൻ്റെ ഒരു ഇംഗ്ലീഷാണ് പ്രസൻറ്റ് ടെൻസ്. പ്രസൻറ്റ് ടെൻസ്, വർത്തമാനകാലം. കഴിഞ്ഞ ഒരു സംഭവമാണ് നമ്മൾ പറയുന്നതെങ്കിൽ നമ്മളതിനെ പറയുന്നത് ഭൂതകാലം. ഭൂതകാലം എന്ന് വെച്ചാൽ ഇംഗ്ലീഷിൽ അതിന് പറയുന്നത് പാസ്റ്റ് ടെൻസ്. കഴിഞ്ഞ്, പാസ്റ്റ് എന്ന് പറയുന്നത്. ഭാവിയിൽ നടക്കാൻ പോകുന്നത് ഒരു കാര്യം നമ്മൾ പറയുന്നെങ്കിൽ അതിന് നമ്മൾ പറയുന്നതാണ് ഭാവി കാലം. ഭാവി പറയുക എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പം അതിന് ഇംഗ്ലീഷിൽ പറയുന്നതാണ് ഫ്യൂച്ചർ ടെൻസ്. അപ്പം നമ്മുടെ മലയാള ഭാഷയിലുള്ള പോലെ തന്നെ എല്ലാ ഭാഷകളിലുള്ള പോലെ തന്നെ നമുക്ക്, കാരണം ഇത് നമ്മുടെ പ്രവൃത്തിയായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഒത്തിരി കാര്യങ്ങൾ കഴിഞ്ഞു പോയല്ലേ. ഇപ്പം നമ്മളിപ്പം 2018, 17, 16 ഇങ്ങനെ അങ്ങ് പോവുകയാണെങ്കിൽ പഴയ സംഗതികളാണ്. 2018 എന്തായിരുന്നു, 19 എന്തായിരുന്നു, കോവിഡ് വന്ന കാര്യമൊക്കെ ഇല്ലേ? അതൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അത് ഭൂതകാലത്തെ സംഭവമാണ്. പിന്നെ നല്ല മഴ പെയ്തു. എന്നാ മഴയായിരുന്നു എന്നല്ലേ, ഭയങ്കര മഴയായിരുന്നു. എല്ലാ ജില്ലകളിലും മഴ. കേരളത്തിൽ പുതുമഴയുള്ള ദിവസമായിരുന്നു. ഇപ്പം നമ്മൾ ഇന്നത്തെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ അത് പ്രസൻറ്റ് ടെൻസ്, വർത്തമാനകാലം. നാളെ മഴയാണെന്നാകട്ടെ, അങ്ങനെ വരുവാണെങ്കിൽ നാളത്തെ മഴ പറ്റി പറയുമ്പോൾ ഭാവി കാലം ഇതാണ്. അല്ലെങ്കിൽ വളരെ എളുപ്പത്തിൽ ഓർത്തിരിക്കാനുള്ള ഒരു കാര്യമാണ് യെസ്റ്റർഡേ, പാസ്റ്റ് ടെൻസ്, ടുഡേ പ്രസൻറ്റ് ടെൻസ്, ടുമോറോ ഫ്യൂച്ചർ ടെൻസ്. അപ്പം നമ്മുടെ
പ്രവൃത്തികളെല്ലാം നമുക്ക് 3 കൊട്ടയ്ക്കകത്തില്ല. 3 കൊട്ടയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു കൊട്ടയുടെ പേരാണ് പാസ്റ്റ് ടെൻസ്. കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇടുന്ന കൊട്ടയുടെ പേരാണ് പാസ്റ്റ്. ഇപ്പോൾ നമ്മൾ നടക്കുന്ന കാര്യങ്ങളുടെ ഒക്കെ ഇടുന്ന ഒരു കൊട്ടയുണ്ട്, അതാണ് പ്രസൻറ്റ്. ഭാവിയിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളുടെ ഒരു കൊട്ടയുണ്ട്, അതാണ് ഫ്യൂച്ചർ ടെൻസ്. ഈ കാലങ്ങളെ, അതായത് സമയം, നമ്മൾ സംസാരിക്കുമ്പം നമ്മൾ പറയുമല്ലോ, ഞാൻ ഇന്നലെ വീട്ടിൽ പോയി, ഇന്ന് മഴയായിരുന്നു, ഇന്ന് മഴയാണ്, ഇന്നിപ്പോൾ മഴയാണ്, നാളെ മഴ പെയ്യും, ഇങ്ങനെ പറയുന്ന. അപ്പം പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ. അതിന് നമ്മൾ സിമ്പിളായിട്ട് ഓർത്തിരിക്കുന്നത് ഇന്നലെ, ഇന്ന്, നാളെ. ഇന്നലെ യെസ്റ്റർഡേ, ഇന്ന് ഇപ്പോഴത്തെ സംഭവം, നാളെ ഫ്യൂച്ചർ. ഈ സമയം നമുക്ക് പല രീതിയിൽ കാണിക്കാം. ക്ലോക്ക് വെച്ച് കാണാം, അല്ലേ? ക്ലോക്ക് ടി വിയെ കാണുമ്പോൾ കാണുന്നില്ല, അതിൻ്റെ ഒരു സൈഡിൽ ഇങ്ങനെ സമയം കാണാം. അപ്പോൾ ഇത് വേറെ ചിലരുണ്ട്, സൂര്യൻ്റെ ഇങ്ങനെ നിഴൽ നോക്കി സമയം കാണും. അങ്ങനെയും പറ്റും, പല രീതിയിൽ സമയം കാണാം. പക്ഷെ ഭാഷ എങ്ങനെയാണ് സമയത്തെ അവതരിപ്പിക്കുന്നത്? ഭാഷയിൽ കൂടി നമ്മൾ സമയം കാണണമെങ്കിൽ നമ്മൾ വെർബിനെ എടുക്കണം. വെർബ്, ക്രിയയ്ക്ക് മാത്രമേ സമയം കാണിക്കാൻ പറ്റുള്ളൂ. ക്രിയ കൊണ്ടാണ് നമ്മൾ സമയം കാണുന്നത്. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, ടുമാറോ എന്ന് എക്സ്ട്രാ എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ എന്നാ അതിൻ്റെ അർത്ഥം? അതൊക്കെ ഒരു വാക്കല്ലേ ഉള്ളൂ. പക്ഷെ ഇതങ്ങനെയല്ലല്ലോ. ഇത് ക്രിയ കൊണ്ട് നമുക്ക് പല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പല സമയങ്ങൾ കാണാം. ഇപ്പം എക്സ്ട്രാ എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ, ടുഡേ എന്ന് പറയാൻ അത് മാത്രമേ ഉള്ളൂ, ടുമാറോ എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ക്രിയ കൊണ്ട് നമുക്ക് ഇന്നലെ, ഇന്ന്, നാളെ ഒക്കെ കാണാൻ പറ്റും, ആ കാര്യങ്ങളെപ്പറ്റി പറയാൻ പറ്റും. അതാണ് ക്രിയയ്ക്കുള്ളൊരു പ്രത്യേകത. അത് നമ്മുടെ ഭാഷയിലും അങ്ങനെ തന്നെയല്ലേ. നടന്നു, നടക്കുന്നു, നടക്കും, വീണു, വീഴുന്നു, വീഴും, അല്ലേ? അപ്പോൾ അത് പാസ്റ്റ് ടെൻസായി, പ്രസൻറ്റ് ടെൻസായി, ഫ്യൂച്ചർ ടെൻസായി. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്രിയയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഈ ക്രിയ കൊണ്ട് എങ്ങനെയാണ് നമ്മളിതൊക്കെ ചെയ്യുന്നത്? അതിന് ക്രിയയിൽ ചില വ്യത്യാസങ്ങൾ വരുത്തണം. ഇത് നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ, നടന്നു, നടക്കുന്നു, ഉണ്ടോ? വ്യത്യാസം കണ്ടോ? അതിൻ്റെ അവസാന ഭാഗത്ത് വ്യത്യാസം. ഇത് നടക്കും, അല്ലേ? അത് ഹിന്ദിയിലും അങ്ങനെയല്ലേ. ആയ, ആത്ത, ആവുങ്ക, ആവുങ്ക, അതാണ്. ആയേഗ, അല്ല സോറി, അങ്ങനെയല്ലല്ലോ. നമ്മൾ ഇന്നലെ സംഭവിച്ചു എന്നുള്ളത് നമ്മളിങ്ങനെ ഇന്നലെ വന്നു എന്നിങ്ങനെ ആയ ഇപ്പോൾ വന്നു എന്നുള്ള ആത്ത എന്നുള്ള ഇത് ആയേഗ. ക്രിയയിലാണ് ആ വ്യത്യാസം വരുന്നത്. അതുപോലെ ഇംഗ്ലീഷിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ walked, WALKED, walk, WALK, will walk, ഫ്യൂച്ചർ. ഇതുണ്ടല്ലേ ഞാൻ എഴുതിയിരിക്കുന്നത്, സിമ്പിളായിട്ടാണ് എഴുതിയിട്ടുണ്ട്. പ്ലേഡ് പാസ്റ്റ് ടെൻസ്. ഇപ്പോൾ പ്ലേഡ് അവസാനം മാറ്റം വരുത്തി. എങ്ങനെ മാറ്റം വരുത്തി? 2 അക്ഷരം കൂട്ടിച്ചേർത്തു. പ്ലേഡ്, ഇതുണ്ടോ? പ്ലേ, മാറ്റമില്ല. പക്ഷെ അതായത് ഒരു ക്രിയയുടെ രൂപമാണ്. രൂപമാറ്റം ഇവിടെ വരുമ്പോൾ നമ്മൾ വേറൊരു വാക്കാണ് ഉപയോഗിച്ച് കൊടുക്കുന്നത്, ഒരു സപ്പോർട്ട്, വിൽ പ്ലേ. അപ്പം നമ്മളിങ്ങനെ പഠിക്കുമ്പം നമ്മൾ ഓരോ ടെൻസ് എടുത്ത് സിസ്റ്റമാറ്റിക്കായിട്ട്, എന്ന് വെച്ചാൽ വളരെ നമ്മുടെ ഓരോരോ പോയിൻ്റ് എടുത്തിട്ട് നമ്മൾ പഠിക്കും. അപ്പോൾ നമ്മൾ ടെൻസ് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് അതിൻ്റെ ഫോം എന്നാന്ന് പറയും. ടെൻസിന് ഒരു ഫോമുണ്ട്, അല്ലെങ്കിൽ ഒരു ഫോർമുല ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഫ്യൂച്ചർ ടെൻസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? വിൽ പ്ലസ് ഇൻഫിനിറ്റീവ്,
അതൊരു ഫോർമുല. ഇൻഫിനിറ്റി എന്ന് പറയാൻ ഓർമ്മയുണ്ടല്ലോ, ടു ചേർന്ന് ഗോ ടു ഗോ, കം ടു കം, അത് ഇൻഫിനിറ്റി ആവും. അപ്പം ഇവിടെ നമ്മളൊരു വേറൊരു വാക്കാണ് സപ്പോർട്ടായിട്ട് ഉപയോഗിക്കുന്നത്, വിൽ പ്ലേ. ഇവിടെ വരുമ്പോൾ ഒന്നുമില്ല, ഇവിടെ വരുമ്പോൾ ഇ ഡി ചേർക്കും. മനസ്സിലായോ? അപ്പം അങ്ങനെ ഓരോ ടെൻസിനും ഒരു ഫോമുണ്ട്, ഒരു രൂപം അല്ലെങ്കിൽ ഒരു ഫോർമുല എഴുതുന്നുണ്ട്. ഇങ്ങനെ വിൽ പ്ലസ് പ്ലേ ഈസ് ഫ്യൂച്ചർ ടെൻസ്. വിൽ പ്ലസ് നമ്മൾ പറഞ്ഞ ഇൻഫിനിറ്റീവ് ഫ്യൂച്ചർ ടെൻസ്, അങ്ങനെ ഒരു ഫോർമുലയാണ്. ഇപ്പോൾ നമ്മൾ ആദ്യം ഒരു ടെൻസിങ് എടുക്കുമ്പോൾ നമുക്ക് 12 ടെൻസുണ്ട്. അത് സിമ്പിളാണ്, ഓരോന്നോരോന്ന് എടുക്കാം. ആദ്യം നമ്മൾ ഫോം പഠിക്കും, പിന്നെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ പഠിക്കും. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ ആ ടെൻസ് എങ്ങനെയാണ് ഈ 6 സ്ഥലത്തേക്ക് ഇടുന്നതെന്നുള്ളതാണ്. ഇവിടെ 6 സ്ഥലങ്ങളുണ്ട്. ഓർക്കുന്നുണ്ടോ? പേഴ്സണൽ പ്രോനൗൺ പറഞ്ഞപ്പം ഐ, ആ രൂപം ഐയുടെ കൂടെ വരുമ്പോൾ എങ്ങനെ ഇരിക്കും, യു എങ്ങനെ ഇരിക്കും, ഹി ഷീ ഇറ്റ് അല്ലെങ്കിൽ തേർഡ് പേഴ്സൺ, ഇതെല്ലാം തേർഡ് പേഴ്സൺ പ്രോനൗൺ ആണ്. അതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. എങ്ങനെ ഇരിക്കും, യു എങ്ങനെ ഇരിക്കും, ദേ എങ്ങനെ ഇരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞല്ലോ, ടു ബി. അതിൻ്റെ ഫോംസ് എടുക്കുമ്പം ഐ വരുമ്പം ആമാവും, യു വരുമ്പോൾ ആളാവും, ഹി ഈസ് ആവും, ഷീ ഈസ് ആവും, ഇറ്റ് ഈസ് ആവും, ബോയ് ഈസ് ആവും, ഗേൾ ഈസ് ആവും, വുമൺ ഈസ് ആവും, ട്രീ ഈസ് ആവും, അങ്ങനെ പോകുന്നു. വി വരുമ്പോൾ ആറാവും, യു ആറാവും, ദേ ആറാവും. കണ്ടോ? അല്ലെ? ബോയ്സ് ആകുമ്പോൾ ആറാവും, ചിൽഡ്രൻ ആറാവും. ആർ മീൻസ് ഏറി യഥാർത്ഥം മനസ്സിലായോ? ഇപ്പം ഈ നിങ്ങൾ ഒരു കാര്യം ഓർത്താണ്, പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഈ കാണുന്ന 1 2 3 ഇതൊന്നിച്ച് വേണം പറയാം, അല്ലെങ്കിൽ സെപ്പറേറ്റ് പറയാം. എന്നാൽ 1 2 3 4 5 6 7 8 അല്ലെ, ഇതൊരു യൂണിറ്റ് ആയിട്ട് എടുക്കാം. കാരണം ഇത് തേർഡ് പേഴ്സൺ സിംഗുലർ അല്ലേ, ഇതൊരു യൂണിറ്റാണ് തേർഡ് പേഴ്സൺ സിംഗുലർ. അപ്പം ഈ ആറ് ഈ 6 എണ്ണത്തിൽ ഒരെണ്ണം എടുത്ത് നമുക്കൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ ഇംഗ്ലീഷിൽ. ഇപ്പം ഇതിന് ഈ ദേയ്ക്ക് പകരം നമുക്ക് ബോയ്സ് പ്ലൂറൽ നൗൺസ് എല്ലാം, എല്ലാ പ്ലൂറൽ നൗൺസും, ഇതിന് പകരം എല്ലാ സിംഗുലർ നൗൺസും. അത് മനസ്സിലാവുന്നു. ഞാനീ പറയുമ്പോഴത്തേക്ക് ഹീ ഷീ മറ്റേ ഹീ നിൽക്കുന്നത് ബോയ്ക്ക് പകരം, അല്ലെ പുല്ലിംഗം സിംഗുലർ ഏകവചനത്തിന് പകരം, ഷീ നിൽക്കുന്നത് സ്ത്രീലിംഗ ഏകവചനത്തിന് പകരം, അതുപോലെ ഇറ്റ് നിൽക്കുന്നത് നപുംസ ഏകവചനത്തിന് പകരം, ദേ നിൽക്കുന്നത് ദേ എന്തിൻ്റെ പകരമാണ്? പ്ലൂറൽ നൗൺസ്, എല്ലാ പ്ലൂറൽ നൗൺസിനും പകരമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം, അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം വേണം. അല്ലാതെ ഇംഗ്ലീഷിലൊരു സെൻറ്റൻസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെ വേറെ രീതിയിൽ പറഞ്ഞാൽ ഇതെല്ലാം ഈ 6 എണ്ണം ഇംഗ്ലീഷിൻ്റെ സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സാണ്. സ്റ്റാർട്ടിങ് നിങ്ങളെ ഏത് സെൻറ്റൻസ് വേണമെങ്കിലും എടുത്തു, ഇതിലേതെങ്കിലും ഒരെണ്ണമായിരിക്കും അതിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ആ സ്റ്റാർട്ടിങ് പോയിന്റ് നമ്മൾ പറയുന്നതാണ്, പണ്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് സബ്ജക്റ്റ്, ഇപ്പോൾ നമ്മൾ പറയുന്നത് നൗൺ ഫ്രേസ് എന്നാണ്. കാരണം ഈ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വിചാരിക്കും ഒറ്റ വാക്കേ പറ്റുള്ളൂ, അല്ല. ഇപ്പോൾ നമുക്കറിയാം ആ വാക്കിനെ നമുക്ക് വികസിപ്പിക്കാം, എക്സ്പാൻഡ് ചെയ്യാം. ഓർക്കുന്നുണ്ടോ ഞാൻ പറയുന്നതൊക്കെ? നൗൺ ഫ്രേസ്, വെർബ് ഫ്രേസ്, നൗൺ ഫ്രേസ് ഒരു ബേസിക് സെൻറ്റൻസിൻ്റെ സ്ട്രക്ചറാണ്, ഘടന. അപ്പം ഈ ആദ്യം സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഒരു നൗൺ ഫ്രേസ് കൊണ്ടാണ്. ഇപ്പം നമ്മൾ പറയും, പക്ഷെ പണ്ടൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത് സബ്ജക്റ്റ് എന്നാണ്. രണ്ടും ഒന്നാണ്, പക്ഷെ കുറച്ചുകൂടെ സയൻറ്റിഫിക് ആയിട്ട് പറയുമ്പോൾ NP എന്ന് പറയും. നമ്മൾ ഈ പറയുന്ന ഈ 6 സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സിനെ നമുക്ക് വികസിപ്പിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഇതിന് ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുക, ഐ എങ്ങനെ വികസിപ്പിക്കുന്നു? ഐ എ മാൻ ഓഫ് വാർ, അതിനെ വികസിപ്പിച്ചില്ലേ?
ഐ എ മാൻ ഓഫ് വാർ, ഐ സെർവൻ്റ് ഓഫ് ഗോഡ്. അങ്ങനെ വികസിപ്പിക്കാൻ പറ്റും. സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് ഒറ്റ വാക്കാണ്. ഇപ്പം നമുക്ക് പറയാം നൗൺ ഫ്രേസ്. ഇപ്പം ഈ 6 നൗൺ ഫ്രേസസ് ഇങ്ങനെ പറയാം, ഇപ്പോഴത്തെ രീതിയിൽ പറയാം. NP. നമുക്ക് ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതെല്ലാം ഓരോ NP ആണ്, നൗൺ ഫ്രേസ് ആണ്. ഇതിലേതെങ്കിലും ഒരു NP എടുത്ത് മാത്രമേ ഇംഗ്ലീഷിൽ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഇതിനെ നമ്മൾ പറയുന്നത് 6 സ്റ്റാർട്ടിങ് പോയിൻറ്റ്സ് ആണ്, അല്ലെങ്കിൽ സെൻറ്റൻസ് സ്റ്റാർട്ടേഴ്സ് ആണ്. സ്റ്റാർട്ടർ എന്ന് പറയുക നമ്മുടെ ഒരു എന്തെങ്കിലും സാധനം സ്റ്റാർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ജനറേറ്റർ കണ്ടിട്ടില്ല, ജനറേറ്റർ അത് സ്റ്റാർട്ട് ചെയ്തെങ്കിലേ ഉള്ളൂ നമുക്ക് കറണ്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുള്ളൂ. സ്റ്റാർട്ടർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇതിലേതെങ്കിലും ഒരു NP എന്ന് പറയാൻ നൗൺ ഫ്രേസ് ആയിരിക്കണം. ഇനി യുവിനെ എങ്ങനെയാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്? യു, വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് മെൻ ഇൻ ദ വേൾഡ്, അങ്ങനെ പറയത്തില്ലേ? അതുപോലെ ഹി എല്ലാത്തിനും നമുക്ക് വികസിപ്പിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അപ്പം രണ്ടാമത്തെ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്നാണ് പറയുന്നത്. അപ്പം ആ ഫോമിന്, ആ ഒരു വെർബിന് ഫോംസ് പലതുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് അത് ഈ സ്റ്റാർട്ടേഴ്സിന് കൊടുക്കുന്നതെന്നുള്ളതാണ്. എങ്ങനെയാണ് ഈ സ്റ്റാർട്ടേഴ്സിനോട് ചേരുന്നത്? അതേപോലെ ഉദാഹരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞല്ലോ, ടു ബീഡ്, ഐ ആം, യു ആർ, ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്. കാരണം അതിന് 3 ഫോമുണ്ട് പ്രസന്റ് ടെൻസ്. പാസ്റ്റ് ടെൻസിന് 2 ഫോമുണ്ട്. അപ്പോൾ ഐ വാസ്, യു വേർ, ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്, വി വേർ, യു വേർ, ദേ വേർ. അതുപോലെ മാറുന്നുണ്ട്. അപ്പോൾ ഈ ഓരോ NP അനുസരിച്ച്, NPയുടെ സ്വഭാവം അനുസരിച്ച്, NPയുടെ സ്വഭാവം എന്ന് പറയുന്നത് എന്താ? ഇത് ആദ്യത്തെ ഫസ്റ്റ് പേഴ്സൺ സിംഗുലർ, മറ്റേ സെക്കൻഡ് പേഴ്സൺ സിംഗുലർ, തേർഡ് പേഴ്സൺ സിംഗുലർ, ഫസ്റ്റ് പേഴ്സൺ പ്ലൂറൽ, സെക്കൻഡ് പേഴ്സൺ പ്ലൂറൽ, തേർഡ് പേഴ്സൺ പ്ലൂറൽ. അതാണ്. ആ സ്വഭാവം അനുസരിച്ച് ക്രിയയ്ക്ക് മാറ്റം വരും, ഓരോ ടെൻസിലും മാറ്റം വരും. ആദ്യമേ ടെൻസിനുണ്ടൊരു ഫോം, പിന്നെ ആ ഫോംസ് ഇങ്ങനെ ഓരോ NPയുടെ കൂടെ ചെല്ലുമ്പോൾ മാറ്റം വരും. അതെങ്ങനെയാണ്? അതിനാണ് ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. അപ്പം പ്രസന്റ് ടെൻസ് ടു ബിക്ക് 3 ഫോമുണ്ട്. അത് നമ്മൾ വിതരണം ചെയ്യുകയാണ്. എങ്ങനെ വിതരണം ചെയ്യുന്നത്? ഇവിടെ ആം, ഇവിടെ ആർ, ഇവിടെ ഈസ്, ബാക്കിയുള്ളതെല്ലാം ആർ. മനസ്സിലായോ? നമുക്ക് കുറച്ച് പെട്ടെന്ന് മനസ്സിലാവും കുറച്ച് കഴിയുമ്പോൾ. മൂന്നാമത്തെ പോയിന്റാണ് നെഗറ്റീവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അത് നമുക്ക് പിന്നെ പറയാം. യു, പിന്നെ യെസ് ഓർ നോ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് ആ ടെൻസിൽ. WH ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, പിന്നെ അത് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, അവസാനം അതിൻ്റെ പാസീവ്, ആക്റ്റീവ്, പാസീവ് എന്താണ്. ഇങ്ങനെ 7 പോയിന്റിൽ കൂടി ഓരോ ടെൻസിൽ നമ്മൾ കടത്തി വിടും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെയൊക്കെ മാസ്റ്ററാകും, ഒരു സംശയവും വേണ്ട. അങ്ങനെ വിചാരിച്ചുകൊണ്ട് നമുക്ക് തൽക്കാലം നിർത്താം. ബൈ.